ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഏകദേശം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ലോങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് വീക്ക്ലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഷോർട്ട് വീഡിയോസ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം ഷോർട്സും ചെയ്യലും അതുപോലെ ലോങ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ലെങ്തായിപ്പോയി. ഇപ്പോൾ എന്താണ് നമ്മൾ ഇന്നൊരു വീഡിയോ എന്താണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷേ ഞാനിപ്പോൾ വർക്ക് കാര്യങ്ങളായത് മൂലം എനിക്കിപ്പോൾ എന്താണെങ്കിലും ലോങ് റൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ വർക്കിൻ്റെ ഒരു കുറച്ച് ഡിലേ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ നിലവിലിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളമാണ്. അപ്പോൾ ഈ എറണാകുളത്തുള്ളത് കൊണ്ട് മൂലം ഞാനിപ്പം നമ്മുടെ വണ്ടർല കയറാൻ ഇൻവൈറ്റ് പോകുന്നതല്ല, ജസ്റ്റ് വണ്ടർലയുടെ അതിലൊന്ന് പോയി റൈഡ് അടിക്കാമെന്ന് ഓർത്തൊരു ഈവനിങ് ആണല്ലോ. അപ്പം ആ ഒരു റൈഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈഡാണ് ഈ ട്രിപ്പ്. ഈ പോക്കിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാവും എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എല്ലാ പ്രാവശ്യവും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വഴി കണ്ടുപിടിച്ച് പോകുന്നു. ആ ഒരു ഇത് തന്നെയാണ് ഈ പോക്കിലും. എറണാകുളം മാക്സിമം എല്ലാവർക്കും തന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എറണാകുളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇടാണ്ട് പോക്ക് കാര്യങ്ങൾ കുറച്ച് പാടായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ എന്താണല്ലോ ഫോണിൻ്റെ തന്നെയാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണത്, ഗോപ്രോയിലല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലിപ്പം ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാണ്ടാണ് ഞാനിപ്പോൾ പോണത്. ഏകദേശം വഴി ചോദിച്ച് ഇതേ വഴി പോവുകയാണ്. അപ്പം എന്താണേലും നമ്മുടെ ഈ പോക്കിൽ പോയി വണ്ടർലയുടെ അവിടെ ചെന്ന് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങൾ, അവിടെ കയറുന്നതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനുള്ള രീതിയിലാണ് ഈ ഒരു പോക്ക്. അപ്പോൾ ഗൈസ്, എന്താണ് നമ്മുടെ വണ്ടർലയിലോട്ടുള്ള പോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പോണ വഴിക്ക് എന്തൊക്കെയാവുന്നൊക്കെ അറിയില്ല. എന്താണ് നമുക്ക് പോയി നോക്കാം. ചേട്ടാ, ഇവിടുന്ന് വണ്ടർല എങ്ങോട്ടാ ചേട്ടാ? അങ്ങോട്ട് ഏതാ? ആ, ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് ഇവർ ചോദിച്ചപ്പോൾ കുറച്ച് ദൂരമാണ് പറഞ്ഞത് വണ്ടർലയ്ക്ക്. ഏകദേശം ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് എനിക്ക് കുറച്ച് ദൂരമുള്ളൂ വണ്ടർലയ്ക്ക്. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് എൻ്റെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് പോണത്. അല്ലാണ്ട് വണ്ടർലയുടെ ഫുള്ള് റിവ്യൂ അതുപോലെ വണ്ടർലയിൽ കയറിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ജസ്റ്റ് അവിടെ നിന്ന് ചെന്നൊന്ന് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും അറിയുക, അതിനു വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോണേ. അപ്പം എന്താണെങ്കിലും വണ്ടർലയിൽ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അയ്യോ ഗൈസ്, പെട്ട് ഗൈസ്. ചേച്ചി, വണ്ടർല എങ്ങോട്ടാ ചേച്ചി? വണ്ടർല എത്ര കിലോമീറ്റർ ഉണ്ട്? ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ ഇങ്ങനെ വണ്ടർലയുടെ താഴ്ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. ഇതാണ് വണ്ടർലയുടെ തൊട്ടിപ്പുറം കാണുന്ന കിഡ്സ് പാർക്കാണെന്ന് തോന്നുന്നു. നമ്മളത് ഇതിൻ്റെ തൊട്ടപ്പുറം ഇത് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ആകാശഊഞ്ഞാല കാര്യങ്ങളൊക്കെ നമുക്ക് റൂട്ടിൽ നിന്ന് കാണാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ആകാശഊഞ്ഞാല കാര്യങ്ങളൊക്കെ ഇത് കാണുന്നതാണ് ഗൈസ്. ഇപ്പോൾ എന്താണ് നമ്മൾ തൊട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ വണ്ടർലയുടെ മെയിൻ എൻട്രൻസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. എന്താണല്ലോ അവിടെ ചെന്നിട്ട് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ റേറ്റ് നിരക്ക് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ ചോദിച്ചു നോക്കാം. എന്താണെങ്കിലും അവിടെ ഗേറ്റിങ് അവിടെ കാണുമോ ആൾക്കാർ, ആരെങ്കിലുമൊക്കെ കാണുമോ, അവരുടെ അടുത്ത് ഈ വണ്ടർല ആൾക്കാർ കാണുമോ, അവരുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ചേട്ടാ, ഇവിടെ ടിക്കറ്റ് എടുക്കണേ. ടിക്കറ്റ് മേലാണോ? ഇത് എത്ര മണി വരെ ഉണ്ട്? 7 മണി ക്ലോസ് ചെയ്യല്ലേ? ആ, ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? അതിന് അതെങ്ങനെ ഫാസ്റ്റ് ട്രാക്കോ? ഫാസ്റ്റ് ട്രാക്ക് എങ്ങനെയാ? ആണോ? അതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? അത് 3000 ഒരാൾക്കല്ലേ? മതിയല്ലേ? ആ, ഓക്കെ. ഗൂഗിളിൽ കയറിയല്ലേ? സൈറ്റ് ഉണ്ടല്ലേ? ഓക്കെ. ഓഫുണ്ടോ? ആ, ഉണ്ടല്ലേ? അതിനും ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി വണ്ടർല ടിക്കറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 1700 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്, നോർമൽ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് വരുമ്പോഴത്തേക്ക് 3000 രൂപ സംതിങ് വരുന്നതാണ് അവിടെ പറയണത്.
അതുപോലെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 25% ഓഫ് ഉണ്ടെന്നാണ് അവർ പറയണത്. അപ്പോൾ ഗൈസ് നിങ്ങൾ മാക്സിമം വണ്ടർലേ വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബർത്ത്ഡേ കാര്യങ്ങൾ ആയിട്ടുള്ള ഡേ ഒക്കെയാണ് ഈ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ടിക്കറ്റ് കാര്യങ്ങൾ ആ ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ലോങ് വീഡിയോ അതുപോലെ റൈഡിങ് വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇത് റൈഡായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടൈം പാസിന് ഇറങ്ങിയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഓഫായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മളെന്താണ് നല്ലൊരു ലോങ് വീഡിയോ എന്താണ് നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡിങ് ഉണ്ട്. നമ്മുടെ കൊടൈക്കനാൽ പോകുന്ന ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ കൊടൈക്കനാലിലെ വീഡിയോ എന്താണെങ്കിലും നമ്മുടെ ചാനലിലത്തെ എപ്പിസോഡ്സായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പുതുപുത്തൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ അകത്ത് ചെറിയ കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ തുടക്കമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. എടുത്തെല്ലാ വീഡിയോയ്ക്കും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോകും. പക്ഷേ വീട്ടിലോട്ട് പോകും വേറൊരു വിഷയമുണ്ട് ഗൈസ്. പോകുന്ന വഴി കറക്റ്റ് അറിയാൻ പാടില്ല. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വഴി അറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പില്ല. എങ്ങനെയാവും എന്നറിയാൻ പാടില്ല. പോണ വഴിക്ക് ആളുകളുടെ അടുത്ത് നമുക്ക് ചോദിച്ച് പോക്കാൻ നടക്കുകയുള്ളൂ നമുക്ക് വീട്ടിലേക്ക്. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മൾ ടൗണിൽ നിന്ന് മാറി വണ്ടർലയുടെ അവിടെ നിന്ന് കുറേ മാറി പോന്നിട്ടുണ്ട്. ഏകദേശം സത്യം പറഞ്ഞാൽ വഴി അറിയാൻ പാടില്ല, എന്താവുമെന്നറിയത്തില്ല. വീട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള വഴി എനിക്കറിയാൻ പാടില്ല. നമ്മൾ കുറേ വില്ലയുടെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകണമെന്നറിയാം. ആ ഒരു വഴി മാത്രമേ ഏകദേശം ഒരു ഐഡിയ വെച്ചാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനൊരു വഴി കൂടെ വന്ന വഴിക്ക് വണ്ടർലേക്ക് പോണ വഴിക്ക് ഈ വഴി കൂടെ പോയിട്ടില്ല എന്നുള്ളൊരു നല്ലൊരു ഉറപ്പുണ്ട്. വഴി അറിയില്ല. നമുക്ക് പോണ വഴിക്ക് ആരുകളുടെയൊക്കെ ചോദിച്ചു നോക്കാം. അല്ലാണ്ട് അങ്ങോട്ട് എത്താനുള്ള യാതൊരു വഴിയും കാണുന്നില്ല ഗൈസ്. പക്ഷേ ആ ഒരു മൊത്തം പ്രശ്നം കിട്ടിയ എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയാൻ പാടില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, കിഴക്കമ്പലം. കിഴക്കമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഇനി കിഴക്കമ്പലം ചോദിച്ചുള്ള യാത്രയാവും ഇവിടുന്ന്. ചേച്ചി കിഴക്കമ്പലം നേരെ ആ അവിടെ താങ്ക് യു. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ ആ കുട്ടിയോട് ചോദിച്ചൊരു വഴി ചോദിച്ചു. ആ വഴി നമ്മൾ ഏകദേശം ആ ഒരു ഇത് വെച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ ശരിക്കും പെട്ടു. അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായമാണ്. അപ്പോൾ ഗൈസ് നമ്മളെന്താണെങ്കിലും ഈ വീഡിയോ ക്യാമറ ഇവിടെ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇല്ലാണ്ട് പോക്ക് കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഗൈസ് നമ്മളെന്താണെങ്കിലും ഗൂഗിൾ മാപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ വെച്ച് നമ്മളൊന്ന് ഗൂഗിൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തൊന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് ഏകദേശം സെറ്റ് ചെയ്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയുണ്ട്. നമ്മൾ വന്നപ്പോൾ കണ്ടൊരു വയലും കാര്യങ്ങളൊക്കെ കണ്ടു കിട്ടി ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഇനി നമ്മുടെ ലൊക്കേഷൻ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഫൈനലി നല്ല ദൂരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തിരിച്ച് വരവ് ടാസ്ക് ആയിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് വണ്ടർല ചോദിച്ച് പോകാൻ പറ്റി. പക്ഷേ തിരിച്ച് വരാൻ നേരത്ത് വരേണ്ട വഴി ഏതെന്നറിയാൻ പാടില്ല. ലൊക്കേഷൻ ചോദിക്കാൻ സ്ഥലത്തിൻ്റെ പേരറിയാൻ പാടില്ലാണ്ട് ഇപ്പോൾ ഏകദേശം ഒരു കിഴക്കമ്പലം ആ ഒരു സ്പോട്ട് മാത്രം പേരറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെയാണ് ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ഈ വില്ലയിലാണ് ഇവിടെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിയിരിക്കണം ഗൈസ്. കുറേ ടാസ്ക് പിടിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഹോമിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ വീട്ടിൽ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പം എന്താണേലും ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ പോക്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയെന്ന് പറഞ്ഞാൽ റോഡ് മൊത്തം നമ്മൾ പോയ വഴി വഴിയെല്ലാം തെറ്റിപ്പോയി. തിരിച്ചു വരാൻ വഴി അറിയാൻ പാടില്ലാണ്ടായിപ്പോയി. ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വഴി തെറ്റിപ്പോയത്. ലാസ്റ്റ് അങ്ങനെ ഫൈനലി ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം നമ്മുടെ പ്ലേസിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ വരുന്നവരെ നല്ലൊരു എപ്പിസോഡ് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഔട്ട്.